దేశమంటే మట్టి కాదు, దేశమంటే మనుషులు. ഇന്ത്യ ദ ഫോർത്ത് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്. കഴിഞ്ഞ ദിവസം നമ്മുടെ നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യം ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ നടത്തിയ ഒരു ക്ലെയിമാണ്. We are the fourth largest economy as I speak. We are a $4 trillion economy as I speak. And this is not my data, this is IMF data. India today is larger than Japan. എന്നാൽ ഇതിൻ്റെ ശരിക്കുള്ള റിയാലിറ്റി എന്താണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ BVR സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ ക്ലെയിം സപ്പോർട്ട് ചെയ്യാനായിട്ട് IMFൻ്റെ ഒരു റിപ്പോർട്ടാണ് കോട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, IMFൻ്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഇന്ത്യ ജപ്പാനെ മറികടന്ന് 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയിരിക്കുന്നു. അടുത്തൊരു 2 to 3 ഇയേഴ്സിനകം ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറുമെന്നും അന്ന് ഇന്ത്യയുടെ മുന്നിലുള്ള 2 പ്രധാനപ്പെട്ട എക്കണോമികൾ US-ഉം ചൈനയും മാത്രമായിരിക്കുമെന്നും ഈ ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നമെന്ന് പറയുന്നത് IMFൻ്റെ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് നിലവിലത്തെ ഡേറ്റ അല്ല, പകരം അതൊരു പ്രൊജക്ഷനാണ്. അതായത് 2025 അവസാനത്തോടുകൂടി ലോകത്തിലെ സമ്പദ് വ്യവസ്ഥകൾ, എക്കണോമികൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു പ്രൊജക്ഷനാണ്. അത് കൃത്യമായിട്ടും നീതി ആയോഗിൻ്റെ മെമ്പറായിട്ടുള്ള അരവിന്ദ് വിർമാനി ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കിക്കോണം. കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറാനുള്ള ഒരു യാത്രയിലാണ്. ഈ വർഷം അവസാനത്തോടു കൂടി ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യ 4th ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നീതി ആയോഗിൻ്റെ CEO നടത്തിയ ക്ലെയിം ഇനി വരാൻ പോകുന്ന 2025 അവസാനത്തോടു കൂടിയുള്ള ഒരു പ്രൊജക്ഷൻ ആണെങ്കിൽ പോലും ഇത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. കാരണം 2014 ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 10ാമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്നു, 10th ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്. എന്നാൽ 2023 ആകുമ്പോൾ UK-നെ മറികടന്ന് 5th ലാർജസ്റ്റ് എക്കണോമി എന്ന് പറയുന്ന പൊസിഷനിലോട്ട് ഇന്ത്യ വരുന്നുണ്ട്. ഇനി 2025 അവസാനം IMFൻ്റെ പ്രൊജക്ഷൻസ് കറക്റ്റ് ആവുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറും. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രോത്ത് ജേണി നമ്മുടെ അഭിമാനകരമായിട്ടൊരു നേട്ടമാണ് നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഇന്ത്യനെ ഈ ഒരു 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇന്ത്യനെ സഹായിച്ചത് അല്ലെങ്കിൽ സഹായിച്ചിട്ടുള്ളത്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് പാൻഡമിക്, അതായത് ഈ ഒരു കോവിഡ് പീരീഡിന് ശേഷം ഇന്ത്യ വളരെ വേഗത്തിലുള്ള ഒരു വളർച്ചാ നിരക്ക് കൈവരിക്കുന്നുണ്ട്. അതിപ്പോൾ മറ്റേതൊരു ഡെവലപ്പിംഗ് എക്കണോമി ആണെങ്കിലും അതുപോലെ തന്നെ എമേർജിങ് എക്കണോമികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാളുമൊക്കെ വളരെ കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഇന്ത്യക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2ാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ GDP ആണ്. അതായത് നമുക്കറിയാം, GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ സർവീസസിൻ്റെ ടോട്ടൽ മണി വാല്യൂ ആണല്ലോ. അതായത് രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഴുവൻ സാധനങ്ങളുടെ സേവനങ്ങളുടെയും ആകെ തുകയാണ് GDP എന്ന് പറയുന്നത്. ഈ GDPക്ക് 2 സൈഡുണ്ട്, ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡും. നമുക്കതിൽ ഡിമാൻഡ് സൈഡ് പരിശോധിക്കാം. ഡിമാൻഡ് സൈഡ് എന്ന് വെച്ചാൽ ഈ ഗുഡ്സും സർവീസസ് ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേൽ ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾ, ഗവൺമെൻറ്, ബിസിനസ് അവരെന്തുമാത്രം പണം ചിലവാക്കുന്നു എന്നുള്ളതാണ് ഡിമാൻഡ് സൈഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡ് GDP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിന് 4 കമ്പോണൻസാണ് ഉള്ളത്. പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഈ ഒരു GDPയുടെ 1ാമത്തെ ഘടകമാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. എന്ന് വെച്ചാൽ ജനങ്ങൾ അവരുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുന്ന തുകയാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണം വാങ്ങാനും അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാനും വസ്ത്രങ്ങൾ വാങ്ങാനൊക്കെ ചിലവാക്കുന്ന തുക. 2ാമത്തെന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി എന്തുമാത്രം പണം ചിലവാക്കുന്നു എന്നുള്ളതാണ് 2ാമത്തെ ഘടകം. 3ാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. അതായത് വ്യക്തികൾ എന്തുമാത്രം ബിസിനസ്സിൽ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഗവൺമെൻറ് എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു, പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ സ്വകാര്യ കമ്പനികൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ് 3ാമത്തെ ഘടകം. 4ാമത്തത് നെറ്റ് എക്സ്പോർട്ട്, കയറ്റുമതി, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്നുള്ളൊരു കമ്പോണൻറ്റ്. അപ്പോൾ ഈ 4ഉം കൂടെ ചേരുമ്പോഴാണ് GDPയുടെ ഡിമാൻഡ് സൈഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ ഒരു ഡിമാൻഡ് സൈഡ് GDPയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവിടുത്തെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യയുടെ GDPയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജനങ്ങൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും മേടിക്കാൻ ചിലവാക്കുന്ന തുകയാണ് ഇന്ത്യയുടെ GDPയുടെ ഭൂരിഭാഗം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഒരു പ്രശ്നമെന്നും നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു സമ്പദ് വ്യവസ്ഥയിൽ
ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ് കൂടുതലെങ്കിൽ അതൊരു മൾട്ടിപ്ലയർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ എക്കണോമിയിൽ ഈ ഒരു ഡിമാൻഡ് സൈഡ് GDPയിൽ 4 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 1 കൺസംഷൻ, 2 ഇൻവെസ്റ്റ്മെൻറ്റ്, 3 ഗവൺമെൻറ്, 4 എക്സ്പോർട്ട്. ഈ 4 കമ്പോണൻസിലും ഇന്ത്യയിൽ കൂടുതൽ ഏതാണെന്ന് പറഞ്ഞു? കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ് കൂടുതലെങ്കിൽ നമുക്കിവിടെ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമായിരുന്നു. എന്താ മൾട്ടിപ്ലയർ എഫക്റ്റ്? ഉദാഹരണം പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്, ഒരു സമ്പദ് വ്യവസ്ഥയിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെന്ന് വിചാരിക്കാം. ഉദാഹരണം, ഇപ്പോൾ ഇന്ത്യയിലോട്ട് പുതിയൊരു ലുലു മോൾ ആരംഭിക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് പുതിയൊരു ലുലു മോൾ ആരംഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് ലുലു മോൾ ആരംഭിച്ചിട്ടുണ്ട്, കോട്ടയത്ത് ആരംഭിച്ചിട്ടുണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ലുലു മോളുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ അതുവഴി ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലുലു മോളിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കയ്യിലോട്ട് കൂടുതൽ വരുമാനമുണ്ടാവുകയാണ്. കൂടുതൽ വരുമാനമുണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഈ വരുമാനം കിട്ടുന്ന ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും. മാർക്കറ്റിൽ ചെന്നിട്ട് അവരുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് തന്നെ അവർ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാകും. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും, വീണ്ടും ഒരു ഗ്രോത്ത് ഉണ്ടാകും. ഇതിനാണ് ഒരു മൾട്ടിപ്ലയർ എഫക്റ്റിന് സിമ്പിൾ ടേംസിൽ പറഞ്ഞതാണ്. അപ്പോൾ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിയിലോട്ട് കൂടുതൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി, പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നു, അത് ഗ്രോത്തിന് കാരണമാകുന്നു. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലെങ്കിൽ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് അത് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ കൺസംഷൻ്റെ പ്രത്യേകത, നമ്മുടെ രാജ്യത്ത് കൂടുതൽ നിലവിൽ കൺസംഷനാണ്. കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ വളരെ കുറവാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അത് ഇന്ത്യ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് പറയാം. ഇനി നമുക്ക് നമ്മുടെ അയൽക്കാരനായിട്ടുള്ള ചൈനയായിട്ടൊരു കമ്പാരിസൺ നടത്താം. നമ്മുടെ ഇന്ത്യയും ചൈനയൊക്കെ ഓൾമോസ്റ്റ് ഒരേ സമയത്താണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ ആ ഒരു ജേണി ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ചൈന ഇന്ന് മാറിയിരിക്കുന്നു. എന്തായിരിക്കാം അതിനൊരു കാരണം? നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്, ചൈനയുടെ ആ GDPയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് സൈഡിൽ മുന്നിൽ നിൽക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ്. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ അത് കൺസംഷനാണ്, ചൈനയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ്. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, മറ്റ് സ്ഥാപനങ്ങൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഇത് ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ, ഇന്ത്യയിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ് കൂടുതലെന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രത്യേകത കൺസംഷൻ ലെഡ് ഗ്രോത്ത് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, കൺസംഷൻ ലെഡ് ഗ്രോത്ത് നമ്മുടെ വളർച്ചയുടെ വേഗതയെ കുറയ്ക്കുകയും മാത്രമല്ല അത് രാജ്യത്ത് പലതരത്തിലുള്ള അസമത്വങ്ങൾ, അതായത് ഇൻഇക്വാലിറ്റീസ് ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ് ഗ്രോത്ത് ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ഇൻഇക്വാലിറ്റീസ് പരമാവധി കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. ഗ്രോത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ പതുക്കെ ഒന്ന് ഡെവലപ്മെൻറ്റിലോട്ട് കൊണ്ടുവരാം. ഇത്രയും നേരം നമ്മുടെ GDPയുടെ കാര്യം, രാജ്യത്തിൻ്റെ ഉൽപ്പാദനം, ചെലവ് തുടങ്ങിയവയെ പറ്റി സംസാരിച്ചെങ്കിൽ ഇനി നമുക്ക് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന പേഴ്സ്പെക്റ്റീവിൽ സംസാരിക്കാം. അപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറി, അല്ലെങ്കിൽ ഉടനെ തന്നെ മാറും എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ പല കോണുകളിൽ നിന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ഈ വളർച്ച എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നൊരു ലക്ഷ്യത്തിലോട്ട് ഇന്ത്യ എത്തുന്നുണ്ടോ, എല്ലാവർക്കും വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, ആരോഗ്യ മേഖലയിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി റാഡിക്കേഷൻ ഇന്ത്യയുടെ നിലവിലെ സ്ഥിതി എന്താണ്, അത്തരത്തിലുള്ള പല ജനങ്ങളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ചോദ്യങ്ങൾ വന്നിരുന്നു. എന്നാൽ ഇന്ത്യ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ GDP ഉയർത്തുക, പ്രൊഡക്ഷൻ കൂട്ടുക, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മേലുള്ള പ്രൊഡക്ഷൻ കൂട്ടുക തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ ഷിഫ്റ്റ് അടുത്ത ഘട്ടത്തിൽ ഇനി ക്വാളിറ്റിയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. അതായത് ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളിലായിരിക്കണം നമ്മുടെ ഇനിയുള്ള ശ്രദ്ധ. ഇപ്പോൾ ലോകത്തുള്ള പല സംഘടനകളും സ്ഥാപനങ്ങളും പുറത്തിറക്കുന്ന പല സൂചികകളുണ്ട്, ഇൻഡൈസസുകൾ. ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ഇത്തരത്തിലുള്ള പല സൂചികകളും നോക്കുമ്പോൾ അതിലെല്ലാം തന്നെ ഇന്ത്യ പിന്നില്ല.
നമ്മൾ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ 4th ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് നമ്മൾ മാറുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ കാര്യത്തിൽ, ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോഴും വളരെ പിന്നിലാണ്. അത് ഈവൻ പല എമേർജിങ് എക്കണോമീസിനേക്കാളും വളരെ പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യ ഇനി മുതൽ ഈ ഒരു ആസ്പെക്റ്റിൽ കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമാണ് 2047 2047 ഒരു വികസിത് ഭാരതായി മാറുക. അതായത് നമ്മുടെ ഇന്ത്യ ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറുക 2047 ഈ ഒരു ലക്ഷ്യം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ GDP മാത്രം അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. പകരം ഈ ഒരു GDP അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിരിക്കണം. അതായത് എല്ലാ മേഖലയിലും എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന തരത്തിലുള്ളൊരു ഗ്രോത്ത് ആയിരിക്കണം നമ്മളിനി കൈവരിക്കേണ്ടത്. അല്ലാതെ കുറച്ച് മേഖലകൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു വളർച്ചയല്ല നമുക്ക് വേണ്ടത്. അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിനി കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ബെറ്റർ ഗവേണൻസ്, ക്വാളിറ്റിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ ബെറ്റർ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, പോവർട്ടി ഇറാഡിക്കേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ്. ദേശമണ്ടേ മട്ടിക്കാടോ ദേശമന്തേ മനുഷ്യലോ. ഇക്കഴിഞ്ഞ യൂണിയൻ ബഡ്ജറ്റ് 2025 യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തെലുങ്ക് കവിയായിട്ടുള്ള അപ്പാറാവുവിനെ കോട്ട് ചെയ്ത് പറഞ്ഞ വാക്കുകളാണിത്. The great Telugu poet and playwright Gurujada Apparao had said, "Deshamante matti kaadoi, deshamante manushulo." അതായത് എ കൺട്രി ഈസ് നോട്ട് ജസ്റ്റ് ഇറ്റ്സ് സോയിൽ, എ കൺട്രി ഈസ് ഇറ്റ്സ് പീപ്പിൾ. അതെ, ഒരു രാജ്യമെന്നത് അവിടുത്തെ ഭൂമി മാത്രമല്ല, ജനങ്ങളും കൂടെ ചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറുമ്പോൾ ഈ ഒരു വികസന യാത്രയിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പങ്കുചേരാൻ പറ്റട്ടെ.